വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്ന സഹപാഠികളോടുള്ള കുശലവും സ്നേഹവും പരിഭവവും പരിണയവും ഒക്കെ തന്നെ പ്രകടിപ്പിച്ചുകൊണ്ട് മനോഹരമായ ഒരു ഹൃദയം നിറച്ചുകൊണ്ട് ഈ ദിവസം കടന്നുപോയി വൈകുന്നേരം തിരിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ അവസരത്തിൽ കൂടുതലായിട്ട് നിങ്ങളോട് പറയുന്നില്ല. ഒരൊറ്റ ഈ മഹത്തായ സംഗമം നടത്താൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ ഞങ്ങൾക്കേറെ ആശങ്കയും ഉത്കണ്ഠയൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇത്രയും വലിയൊരു മഹാസംഭവം നടത്താനുള്ള ശേഷി ഞങ്ങൾക്കുണ്ടോ എന്നുള്ളത് ഞങ്ങൾ സ്വയം പരിശോധിച്ചിരുന്നതാണ്. പക്ഷേ ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങിയ ആദ്യ ദിവസങ്ങളിൽ തന്നെ നാട്ടുകാർ, അധ്യാപകർ എല്ലാവരിൽ നിന്നും കിട്ടിയിട്ടുള്ള അഭൂതപൂർവമായുള്ള പിന്തുണ ഈ കമ്മിറ്റിക്ക് ഊർജം നൽകി, ആവേശം നൽകി. അതുകൊണ്ട് തന്നെ കഴിഞ്ഞൊരു മാസക്കാലം ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ അറിയാം, നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ വിവിധ മേഖലകളിൽ ചിതറിക്കിടക്കുകയാണ്, സമൂഹത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നിൽക്കുകയാണ്. അവരൊക്കെ തന്നെ ഒന്നിക്കുവാനും കാണുവാനും ഈ സന്ദേശം അവരിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒട്ടേറെ ശ്രമം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. നവമാധ്യമത്തിൻ്റെ സഹായത്തോടു കൂടിയുള്ള ശ്രമം, അല്ലാതെയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ ശ്രമങ്ങളിലൊക്കെ തന്നെ ഞങ്ങളെ അങ്ങേയറ്റം സഹായിക്കാൻ ഓരോരുത്തരും, നമ്മളെ പ്രത്യേകിച്ചും പഴയ പൂർവ്വ ജ്യേഷ്ഠ സഹോദരന്മാർ, അവർക്കറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾക്ക് പകർന്നു തന്ന് നിർദ്ദേശങ്ങൾ തന്ന് മുന്നോട്ട് പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പരിപാടി ഈ രീതിയിൽ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൽ നിങ്ങൾ കൃതാർത്ഥരാകും എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു നല്ല ദിവസം നമ്മൾ ഓരോരുത്തരും ആ കോമ്പൗണ്ട് വിടുമ്പോൾ ഒരൊറ്റ കാര്യം മാത്രമാണ് ഇതിൻ്റെ സംഘാടക സമിതി എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാനുള്ളത്. നമുക്കറിയാം, നമ്മളൊക്കെ തന്നെ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ഇടയിൽ നിന്നും അന്ന് ഉണ്ടായിരുന്ന ഭൗതിക സാഹചര്യങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായി നമുക്കറിയാം. ഇന്ന് ഈ കോമ്പൗണ്ടിലേക്ക് കടന്നു വരുമ്പോൾ നാം കാണുന്ന ഭൗതിക സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നുമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് വർഷങ്ങൾക്ക് മുമ്പ് 50കളിലും 67കളിലൊക്കെ തന്നെ പഠിച്ച ആളുകൾ ഇവിടെ ഉണ്ടായിട്ട് അവരിലൂടെ നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലായിട്ടുണ്ട്. എന്നിട്ടും അവർ സമൂഹത്തിൻ്റെ വിവിധ മേഖലയിൽ ഉയർന്നിലെത്തിയിട്ടുണ്ടെങ്കിൽ അത് അന്ന് നമ്മുടെ അഭിവന്ദരായ ഗുരു ജനങ്ങളുടെ ആത്മാർത്ഥമായ നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും കഴിവിൻ്റെയും ഒരൊറ്റ കഴിവ് കൊണ്ട് മാത്രമാണ് ഇന്ന് ആ വിദ്യാലയത്തിൽ ആ കാലഘട്ടത്തിൽ പഠിച്ചിട്ടുള്ള ആളുകൾ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ വലിയ മേഖലയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് അഭിമാനത്തോടുകൂടി നമ്മൾ ഓർക്കുന്നു. ഈ അവസരത്തിൽ നമ്മളാക്കി മാറ്റിയ ആ അഭിവന്യ ഗുരു ജനങ്ങളെ ഒരിക്കൽ കൂടി ഞങ്ങൾ വന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സമൂഹത്തിൽ ഞങ്ങൾ ഈ ഫീൽഡ് പ്രവർത്തനം നടത്തിയപ്പോൾ ഞങ്ങൾ കണ്ടെത്തിയ കാഴ്ച നമ്മളൊന്നൊക്കെ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായിട്ട് ഈ മഹാവിദ്യാലയം വലിയ വലിയ പ്രതിഭകളെ സംഭാവന ചെയ്തിട്ടുണ്ട്. ഒട്ടേറെ പ്രതിഭകൾ സംഭവിക്കുന്നുണ്ട്. അത് സാമൂഹ്യ രംഗത്തായാലും ശരി, രാഷ്ട്രീയ രംഗത്തായാലും ശരി, കലാരംഗത്തായാലും ശരി, പിന്നെ വിദ്യാഭ്യാസ രംഗത്തായാലും ശരി, അങ്ങനെ അലോപ്പതി ഒട്ടേറെ രംഗങ്ങളിൽ ലോകം തന്നെ അറിയപ്പെടുന്ന പ്രതിഭകളെ സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ഒരു മഹാവിദ്യാലയമാണ് നമ്മളെ ഈ വിദ്യാലയം എന്നുള്ളത് അഭിമാനത്തോടെ പറയാൻ കഴിയും. ഡോക്ടർ ടി.കെ.എസ്. നായരെ പോലെയുള്ള ഡോക്ടർ അതുപോലെ തന്നെ അസൈൻ കൈപ്പയും പോലെയും സഫർവാക്കെ പോലെയും റഹമത്താക്കെ പോലുള്ള അല്ലെങ്കിൽ പോലുള്ള പ്രഗത്ഭരായ രാഷ്ട്രീയ